നമസ്കാരം. കേരളത്തിലെ പ്രധാന ഭരണകക്ഷിയായിട്ടുള്ള CPIM-ന്റെ നയപരമായിട്ടുള്ള സമീപനങ്ങളെയും വീഴ്ചകൾ കൈകാര്യം ചെയ്യുന്ന രീതികളെയും സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടുത്തിടെ നടത്തിയ തുറന്നു പറച്ചിലുകൾ അത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒരു നയപരമായിട്ടുള്ള പിഴവ് സംഭവിച്ചു എന്ന് പരസ്യമായി സമ്മതിക്കുന്നതിന് മുൻപ് ആ തെറ്റായ തീരുമാനത്തെ ന്യായീകരിക്കാനും പ്രതിരോധിക്കാനുമൊക്കെ തന്നെ ശ്രമിക്കുന്ന ഒരു ശൈലി അത് ദീർഘകാലമായി തന്നെ പാർട്ടിക്കുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഈ രീതിയിൽ ആദ്യം ആഭ്യന്തരമായും പിന്നീട് പൊതുരംഗത്തും ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വന്നതിന് ശേഷം മാത്രമാണ് നിലപാടുകളൊക്കെ തിരുത്താനായിട്ട് പാർട്ടി നിർബന്ധിതമാകാറുള്ളത്. ഈ പ്രതികരണ രീതി വിഷയത്തിൻ്റെ ഗൗരവം കുറയ്ക്കുന്നതിനും അനിവാര്യമായിട്ടുള്ള തിരുത്തലുകൾ വൈകിപ്പിക്കുന്നതിനും കാരണമാകാറുണ്ടെന്നും ഗോവിന്ദൻ സൂചന നൽകി. ഈ ചരിത്രപരമായിട്ടുള്ള സമീപനത്തിന് കമ്പ്യൂട്ടർവൽക്കരണം, അതോടൊപ്പം തന്നെ സ്വാശ്രയ കോളേജുകളുടെ സ്ഥാപനം തുടങ്ങിയ മുൻകാല നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ശക്തമായ എതിർപ്പുകളെ തുടർന്ന് നിലപാടുകൾ തിരുത്തി വീഴ്ച സമ്മതിക്കാൻ CPIM-ന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ PM ശ്രീ പദ്ധതിയുടെ ആ ഒരു കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾക്ക് മാറ്റം വരുത്താൻ അസാധാരണമാം വിധം കുറഞ്ഞ സമയം മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നത് ഈ വിജയത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ്. ഇതാകട്ടെ പാർട്ടി നിലപാടുകളിലും അതോടൊപ്പം തന്നെ തിരുത്തൽ പ്രക്രിയയിലുമൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മാറ്റത്തിൻ്റെ സൂചനയാണോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ട വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്ന് MV ഗോവിന്ദൻ പരസ്യമായി സമ്മതിക്കുകയാണ്. പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ചും അതിൻ്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ തലത്തിൽ പോലും പൂർണ്ണമായ ചർച്ചകൾ നടത്താതിരുന്നത് ഒഴിവാക്കേണ്ട ഒരു വലിയ ഭരണപരമായിട്ടുള്ള പിഴവായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാധാരണ നടപടിക്രമങ്ങൾ ലംഘിക്കപ്പെട്ട ഈ സാഹചര്യം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ഇത്തരം വിഷയങ്ങളിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് CPIM നേതൃത്വത്തിൽ നിന്ന് ഒരു നയപരമായിട്ടുള്ള പിഴവിനെക്കുറിച്ച് ആദ്യമായി വരുന്ന നിർണായകമായ ഒരു പരസ്യ പ്രസ്താവനയായി തന്നെ കണക്കാക്കപ്പെടുകയാണ്. കേന്ദ്രത്തിന് കത്തയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തന്നെ നിലപാട് വ്യക്തമാക്കട്ടെ എന്ന ഗോവിന്ദൻ്റെ നിലപാട് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന സൂചനയായി തന്നെ വിലയിരുത്തപ്പെടും. കഴിഞ്ഞുപോയ നടപടിക്രമങ്ങൾ ഭരണപരമായിട്ടുള്ള വലിയ പിഴവായിരുന്നുവെന്നും ഇനി അത്തരം തെറ്റുകൾ ആവർത്തിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഈ വിഷയങ്ങളെല്ലാം വീണ്ടും സമഗ്രമായിട്ട് ചർച്ച ചെയ്യുകയും ആവശ്യമായ തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഇനി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ നടന്ന ചില നടപടികൾ അത് പാർട്ടി നയങ്ങൾക്കും അതോടൊപ്പം തന്നെ മുന്നണി മര്യാദകൾക്കുമൊക്കെ തന്നെ വിരുദ്ധമായി തെറ്റായ നീക്കങ്ങളായിരുന്നു എന്നൊരു സമ്മതമാണ് ഗോവിന്ദൻ്റെ ഈ പ്രസ്താവനയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തെയും അതോടൊപ്പം തന്നെ CPIM-ന്റെ പൊതു നിലപാടുകളെയും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളിലേക്ക് അടുപ്പിച്ചത് അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില വ്യക്തിഗത നിയമ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാവാം എന്ന സൂചനയും MV ഗോവിന്ദൻ്റെ ഈ പ്രസ്താവനയിലൂടെ നൽകുകയുണ്ട്. എങ്കിൽ പോലും ഈ ആരോപണങ്ങളോടുള്ള ഔദ്യോഗിക പ്രതികരണം മന്ത്രിതലത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നും താൻ അതിന് ആളല്ലെന്നും പറഞ്ഞ് അദ്ദേഹം വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടും കേന്ദ്രത്തിന് അയക്കേണ്ട കത്തുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ മുന്നണി സ്വീകരിക്കേണ്ട അന്തിമ നിലപാട് LDF തന്നെ തീരുമാനിക്കുമെന്നും ഈ വിഷയങ്ങളിൽ താൻ മാത്രം മറുപടി പറയാൻ ബാധ്യസ്ഥനല്ലെന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മൂലം CPI പോലെയുള്ള സഖ്യകക്ഷികളുടെ മുന്നിൽ പോലും വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ നേരിടേണ്ടി വന്നതിൽ ഗോവിന്ദന് ആശങ്കയുണ്ടെന്നും ഇത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുടെ അടിസ്ഥാനമായി കണക്കാക്കുന്നു. മുഖ്യമന്ത്രിയെ പരസ്യമായി വിമർശിക്കുകയും തെറ്റുകൾക്ക് അദ്ദേഹത്തെ മാത്രം ബാധ്യസ്ഥനാക്കുകയും ചെയ്തുകൊണ്ട് ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നതിൻ്റെ വ്യക്തമായ സൂചനകളായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. ഭാവിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം വീഴ്ചകളുടെ ഉത്തരവാദിത്വം അത് പാർട്ടിയുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതി ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ചെയ്യുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അദ്ദേഹം തന്നെ പൂർണ്ണമായിട്ടും ബാധ്യസ്ഥനാകണമെന്നുമുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ് സന്ദേശമാണ് CPIM സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദൻ ഇവിടെ നൽകിയിരിക്കും. പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് ഇത്തരമൊരു നിലപാടുണ്ടായത് അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നല്ല സൂചനയല്ല നൽകുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ നേതൃത്വപരമായിട്ടുള്ള സ്വാധീനം കുറയുന്നതിൻ്റെ ഒരു തുടക്കമായിരിക്കാമെന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു.